ഇതും മറ്റേ ബസൂക്ക പോലെ തന്നെ ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്ക എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ഒരു ബസ്സിൽ നടക്കുന്ന ഒരു സ്റ്റോറിയെ ബേസ് ചെയ്താണ് പോകുന്നത്. മെയിൻ സ്റ്റോറി മൊത്തം ബസ്സിൽ വെച്ച് നടക്കുന്ന ഒരു കൊലപാതകം. ആ കൊലപാതകം ഏറ്റെടുക്കാൻ വരുന്ന ഒരു സീരിയൽ കില്ലർ. അത് അവസാനം ബസ്സിലിരിക്കുന്ന കണ്ടക്ടറുടെ അച്ഛനാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ എന്തെല്ലോ പറയുന്ന ഒരു കഥ, ലോജിക്കൊന്നുമില്ല. ഇതിലെ ബേസിലിൻ്റെ തുടക്കം വരുന്നത് ഒരു സീരിയൽ കില്ലിങ്, അതിനെ വെച്ചിട്ടാണ്. ഒരു സീരിയൽ കില്ലർ നാട്ടിലിറങ്ങുന്നു. ആ ഒരു ഇതിൽ ബേസിൽ സീരിയൽ കില്ലറാണെന്നും പറഞ്ഞ് ബേസിലിനെ അറസ്റ്റ് ചെയ്യും. അവൻ്റെ ഇതെല്ലാം പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വളിപ്പുകളും എല്ലാം കൂടി ചേർത്ത ഒരു കഥാപാത്രമാണ് ബേസിൽ വരുന്നത്. ആദ്യത്തെ ഇൻട്രൊഡക്ഷനൊക്കെ ഭയങ്കര ഇതൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് കയ്യിൽ നിന്ന് പോയ ഒരു ഫീലാണ് പടം മൊത്തം. എന്തായാലും വീണു, എന്നാൽ പിന്നെ വീണെടുത്ത് കിടന്നു തന്നെ ഉരുണ്ടാക്കാം എന്നൊരു രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് സ്റ്റോറി മൊത്തം പോകുന്നത്. രാജേഷ് മാധവനാണ് ഇതിൽ സീരിയൽ കില്ലറായിട്ട് വരുന്നത്. കോമഡിയാണോ അങ്ങനെ എന്തെല്ലോ ആണൊക്കെ കാണിച്ചു കൂട്ടിരിക്കുകയാണ്. കോമഡിക്ക് കോമഡിയൊന്നുമില്ല, പക്ഷെ കുറേ എവിടെയല്ലോ ചെറിയ ചെറിയ വളിപ്പ് കോമഡികൾ കൊണ്ടുവന്നു. പിന്നെ കുറേ മീൻസ് വെറുതെ ടൈം വേസ്റ്റിംഗ് ആണ്. കുറേ ഷോട്ടുകളൊക്കെ എടുത്ത് കാണിച്ച് സമയം ഇങ്ങനെ കളയാന്നല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് സമയമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഇരുന്ന് തിയേറ്ററിൽ ഇരിക്കാം. ഒരു 10 മിനിറ്റിൽ കാണിക്കേണ്ട സീനുകളൊക്കെ ഒരു വലിപ്പിച്ച് 2 മണിക്കൂറിൽ കാണിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ കുറേ അനാവശ്യ ഷോട്ടുകളൊക്കെ കാണിക്കുന്നു. ആ ഒരു രീതിയിലേക്കാണ് കഥ പോകുന്നത്. എന്നാലും വൺ ടൈമൊക്കെ കാണാമോയെന്ന് ചോദിച്ചാൽ വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തിയേറ്ററിൽ കൈയടിക്കാനോ ഒരു ഇതിനോ ഒരു സീനും ഇല്ല. ചിരിക്കണം എന്നൊക്കെ വിചാരിച്ച് ചിരിക്കാം, എന്നല്ലാതെ ആ സീൻ കണ്ടിട്ട് ചിരിക്കാനൊന്നും ആർക്കും ഇല്ല. അഭിനയത്തിൽ ആരും മോശമൊന്നുമില്ല, അഭിനയമൊക്കെ ഓക്കെയാണ്. പക്ഷെ വലിയ സ്റ്റോറിയോ ഒന്നുമില്ല. ഒരു ബസ്സിൽ നടക്കുന്ന ഒരു ചെറിയൊരു കൊലപാതകം, പെപ്പർ സ്പ്രേ അടിച്ച് കൊല്ലുന്നു, പിന്നെ അത് വെച്ച് പോലീസിനെ പേടിച്ച് ഓടുന്നു. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു കഥ. ഒറ്റ വാക്കിൽ അത്രേ ഉള്ളൂ. ആ ഒരു 5 മിനിറ്റ് കാണിക്കാനുള്ള സീനാണ്. എന്താ പറയുക, ഇതിലും നല്ല പടം എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ചിങ്കലാല അതാണെന്ന് തോന്നുന്നു. ബസൂക്ക അത്ര പോരെന്ന് പറയുന്നുണ്ട്. ആലപ്പുഴ ചിങ്കലാല ഞാൻ കണ്ടില്ല, പക്ഷേ എന്നാലും അതാണെന്ന് കേൾക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആലപ്പുഴ ചിങ്കലാലയാണെന്ന്. എന്തായാലും വർണ്ണമാസമൊന്നുമില്ല, വെറും ഒരു തല്ലിപ്പൊളിപ്പടം മാത്രമേ ഉള്ളൂ. വലിയ ഒന്നുമില്ല ബേസിൽ. ഇതിൽ നല്ല അഭിനയമായിരുന്നു പൊന്മാനിക്ക്. അതൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇതൊരു ഫീലിംഗോ ഒന്നുമില്ല. അതൊക്കെ ഒരു ന്യൂട്രൽ അഭിനയം അതേ ഉള്ളൂ വരുന്നത്. എല്ലാം ഫുള്ള് ന്യൂട്രലാണ്. ചിരിക്കാനുള്ളതാണെങ്കിലും അതെല്ലാം നമുക്ക് അറിയാൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നേരത്തെ തന്നെ. ഇതായിരിക്കും, ഇത്രേ ഉള്ളൂ, ഇത്രേ ഒരു വരുന്നുള്ളൂ, ഒരു ഫോം തന്നെ. പിന്നെ ഇതിൽ എന്താ പറയുക, ഒരു കഥാപാത്രങ്ങളൊന്നും നമുക്കൊരു ഇപ്പോൾ ഒരു സീരിയൽ കില്ലറാണ് വരുന്നതെങ്കിൽ നമുക്കൊരു പേടിപ്പെടുത്തുന്ന ആ ഒരു ഫീലൊന്നും കിട്ടുന്നില്ല. കാരണം അത് നമ്മളിങ്ങനെ ചുമ്മാ അങ്ങിരിക്കുക, അത്രേ ഉള്ളൂ. ഒരു വികാരവും വരുത്തില്ല. ആ ഒരവസ്ഥയായിരുന്നു. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, കമൻറ്റുകൾ ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. 160 രൂപ മുടക്കി കാണാനുള്ളതൊന്നും അത്രയ്ക്കില്ല. OTT വരുമ്പോൾ കാണാനുള്ള ഇതേ ഫീൽ ചെയ്തുള്ളൂ. ഇനി നിങ്ങളാണ് അഭിപ്രായങ്ങൾ പറയേണ്ടത്.